വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ലേറ്റായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്ക് നന്നായിട്ടത് അറിയാം. പക്ഷേ ഇത്രയും ലേറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെടാവുന്ന വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്താണെങ്കിലും ചെയ്തേക്കാമെന്ന് കരുതുന്നത്. നമുക്കൊരു 5 years മുൻപൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത്. അന്നും എനിക്ക് തോന്നുന്നു എനിക്ക് ചാനലുള്ളപ്പോഴൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അന്ന് എനിക്ക് കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അന്ന് എനിക്ക് കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് റിവ്യൂസ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ റിവ്യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇത് യൂസ് ചെയ്യാനുള്ളൊരു പേടി എനിക്ക് ആ ഒരു സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ അങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുതിർന്നില്ല. പക്ഷേ കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ നമ്മൾ ചുറ്റുള്ളവരിൽ കുറേ പേരൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. അവർ നമ്മളുടെ അടുത്ത് ജെന്യുവനായിട്ടുള്ള റിവ്യൂസ് പറയുന്നു. അങ്ങനെ ഒരു ദിവസം ഓക്കെ എനിക്കും ഇത് ഉപയോഗിച്ചാൽ കൊള്ളാമെന്ന് കരുതി ഞാനിങ്ങനെ ഫുൾ സ്ക്രോൾ ചെയ്തിട്ട് ഒരു നല്ല മെൻസ്ട്രൽ കപ്പൊക്കെ നോക്കി കാട്ടിലിട്ട് വെച്ച സമയത്ത് ആ ഒരു സമയത്ത് എൻ്റെ പീരിയഡ്സ് എനിക്ക് തോന്നുന്നു മന്ത് എൻഡിലേക്കൊക്കെയാണ് വന്നിട്ടുണ്ടായേ. അപ്പം ആ ഒരു സമയത്ത് സാലറീഡ് പേഴ്സൺ ആവുന്ന സമയത്ത് എല്ലാവർക്കും സാലറീഡ് പേഴ്സൺസിന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അന്ന് എന്തോ 500 സംതിങ് ഒക്കെ എമൗണ്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു എമൗണ്ട് കയ്യിലില്ലയെന്ന് ഞാൻ പറയുന്നില്ല, കയ്യിലുണ്ടാവും. പക്ഷെ ഒരു 1000 സംതിങ് അങ്ങനെയൊക്കെയുള്ളൂ മന്ത് എൻഡ് ആകുമ്പോഴേക്കും നമ്മളെ കയ്യിലുണ്ടാവത്തുള്ളൂ. പക്ഷേ ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ഒരു 500 രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പിശക്ക് കാരണം പലതവണ ഞാനിത് കാർട്ടിലിട്ട് വെച്ചിട്ടും പലതവണ ഞാനിത് വാങ്ങിക്കാതെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 തവണ ഞാൻ അങ്ങനെ വരും, വാങ്ങിക്കാമെന്ന് കരുതും. ഓക്കെ 500 രൂപയ്ക്ക് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കരുതിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. കുറച്ച് കാലം മുൻപ് വരെ അങ്ങനെ വിട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാനൊരു സാധാരണക്കാരി എന്നുള്ള രീതിക്കാണ് ഇങ്ങനെ ചിന്തിച്ചത്. ഇതേപോലെ പലരും ഇങ്ങനെ ചിന്തിക്കുന്നുള്ളത് എനിക്ക് 100% ഷുവറാണ്. കാരണം 500 രൂപ എന്തിനാണ് ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അന്ന് എൻ്റെ തോട്ട്. അത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ സാലറി കിട്ടാൻ കുറച്ചുകൂടി അധികം ദിവസമുണ്ട്, ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് കരുതി ഞാനങ്ങനെ പല തവണ മാറ്റി വെച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ സ്ക്രോൾ ചെയ്ത് വിട്ടിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് ഞാൻ റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 7, 8, 9 മന്ത്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 8 മന്ത്സ് മുന്നേ റിവ്യൂ വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യാതിരുന്നത് ഏതൊരു സാധനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായാലും എസ്പെഷ്യലി ഇങ്ങനെ ഒരു സാധനമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് വെരി റീസെൻ്റായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഇതിൻ്റെ ഡീമെറിറ്റ്സൊക്കെ നമുക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓക്കെ കുറച്ചുകൂടി കഴിയട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു കാലയളവ് ഇതും കൊണ്ട് തള്ളി നീക്കിയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ ഒരു 9 മന്ത്സ് മുന്നേക്ക് ആയിട്ട് ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചു. അതും ഇതേപോലെ ഒരു പീരിയഡ്സ് അടുത്ത ദിവസം പോയി വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു മന്ത് എനിക്കിത് യൂസ് ചെയ്തേ പറ്റുമെന്ന് എൻ്റെ മനസ്സിനെ ഞാൻ കഠിനമായിട്ട് പറഞ്ഞങ്ങ് പഠിപ്പിച്ചു. ഏട്ടനെ എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നു. അന്ന് ഞാൻ വാങ്ങിക്കുന്നതിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലാതെ എനിക്ക് വാങ്ങിച്ചത് കൊണ്ട് ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. നമ്മളുടെ ഫിസിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഫിസിക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ MRP വന്നിട്ട് 400 ആണ്. MRP വന്നിട്ട് 499 ആണ്. പക്ഷേ ഇതിൽ 400 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ 400 രൂപ ഇതിന് കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു ഇത് പറയാം കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. നിങ്ങളിതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ യൂസ് ചെയ്യാത്തത് പേടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഞാനൊരു മാരീഡ് വുമണാണ്. എനിക്കൊരു 6 വയസ്സായിട്ടുള്ള മോളുണ്ട്. ഡെലിവറി കഴിഞ്ഞതാണ്. അവർ പെയിനൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള ആളായതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നും ശരിക്കും ഇല്ല. പക്ഷേ എന്നാലും എനിക്ക് പേടിയായിരുന്നു. ഇത് ശരിക്കും നമുക്ക് എന്താ പറയുക, കല്യാണം കഴിയാത്ത പിള്ളേർക്കൊക്കെ കുറച്ച് പേടിക്കുന്നതിൽ കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാനൊക്കെ എന്തിനു പേടിക്കാന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് പേടി കാരണമാണ് ഞാൻ ഇത്രയും കാലം ഇത് തള്ളി നീക്കി കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇൻസേർട്ട് ചെയ്യുന്ന, അതായത് ഞാൻ ഫസ്റ്റ് ടൈം ഇൻസേർട്ട് ചെയ്ത സമയത്ത് എനിക്കിത് പ്രോപ്പറായിട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇത് എത്രത്തോളം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നോ
വീഡിയോ റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് എങ്കിൽ കൂടി നമുക്കത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ട്രൈയിൽ എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ ഒരു ഫസ്റ്റ് ട്രൈ ഓക്കെ, ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതി ബാത്റൂമിൽ നിന്ന് എഴുന്നേറ്റപ്പോഴേക്ക് ഇത് എന്താ പറയുക തുറന്നു വന്നു, മീൻസ് പുറത്തേക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല ഇത് ശരിക്കും ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രോപ്പർ മെത്തേഡ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെ വീഡിയോ എടുത്തു. ഇതിൻ്റെ ഫോൾഡിംഗ് ഒക്കെ കറക്റ്റായിട്ട് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഞാൻ ചെയ്തിട്ടുള്ള ഫോൾഡിങ്ങോ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഉള്ളിലേക്കാണ് ഇൻസേർട്ട് ആവാനുള്ളത്. എനിക്കും പേടി ഉണ്ടായിരുന്നു ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോവുമോ, പിന്നെ പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെയുള്ള പേടി എനിക്കും നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചുള്ളിലേക്കല്ലാതെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആക്ച്വലി കുറച്ച് നന്നായിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് ഞാൻ ഇൻസേർട്ട് ചെയ്തപ്പം എനിക്കിത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. ഒറ്റ പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇതെല്ലാ സമയത്തും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ആ ഒരു സിറ്റിംഗ് പൊസിഷനിൽ തന്നെ ഇത് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളത് ഓപ്പൺ ആവുന്നത് ചെറിയ രീതിക്ക് മാത്രമേ നമ്മൾ അറിയുള്ളൂ. ഇത് അല്ലാത്ത സമയത്ത് നമുക്ക് അപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ടില്ല, ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനെ ടക്ക് ആ ഒരു ഞെട്ടൽ നമുക്ക് ഫീൽ ചെയ്യും. ഞെട്ടലാണ്, പെയിൻ അല്ല, ഞെട്ടലാണ്. ഒരു ഞെട്ടൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്കറിയാം ഓക്കെ ഇത് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഇത് ഫുള്ളി ഇൻസേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു ജെനുവിൻ ഇൻസേർട്ട് ആയി എന്നുള്ളതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇനി ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നോ എങ്ങനെ ഫോൾഡ് ചെയ്യുന്നോ ഒന്നും ഞാനിതിൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല. കാരണം ഞാനിത് വീഡിയോ റെഫറൻസ് എടുത്തിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ എനിക്കത് എങ്ങനെ വേണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അതറിയത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാതെ. എൻ്റെ ചാനൽ ത്രൂ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള സംഭവം ആളുകളിലേക്ക് എത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡ് ആവത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ. ഇനിയിപ്പോൾ അതെങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതിൻ്റെ ഫോൾഡിങ് എങ്ങനെയാണ്, ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിതെൻ്റെ ജെന്യുവനായിട്ടുള്ള ഈ ഒരു 9 മന്ത്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ജെന്യുവനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രം വളരെ ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നമുക്കിതെങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പാക്കേജിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത്. ഇതിൽ ഇങ്ങനെയൊരു കുട്ടി സഞ്ചി വരുന്നുണ്ട്. കുട്ടി സഞ്ചിക്കകത്താണ് ഈ ഒരു സാധനം വരുന്നത്. ഇതാണ് നമ്മളുടെ മെൻസ്ട്രൽ കപ്പ് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇതൊന്നും അറിയാത്തവരായിട്ട് ആരുണ്ടാവും എന്നുള്ളത് ആരും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. ഇത് നമുക്ക് ഇങ്ങനെ ഇൻസേർട്ടായിട്ട് ഇരിക്കും. ഇത്രയും പൊസിഷൻ ഈ ഒരു ഇത് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇതിനെപ്പറ്റി ഞാൻ ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും എനിക്ക് വന്നിട്ടുള്ളൊരു അനുഭവം പറയാം. ഇത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പുള്ള് ചെയ്തിട്ടുണ്ടെങ്കിൽ വരത്തില്ല. ഇതിൻ്റെ ഇവിടേക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ട്സ് ആയിട്ടൊരു സംഭവം പോകുന്നുണ്ട്. അതിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടും. ഇവിടെ പിടിച്ചിട്ട് വലിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ്സാവും. സോ നമുക്കിത് പുള്ള് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആയിരിക്കും. അതല്ല നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വരത്തില്ല. ഇതല്ല ഇതിൻ്റെ ആക്ച്വലി പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെയാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒന്ന് ഞെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയത്ത് ഇതിവിടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ആവും. സോ അത് ഈസി ആയിട്ട് പുള്ളായിട്ട് വരും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വലിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ 1-2 തവണ വലിച്ചു നോക്കി. പിന്നെ വേറെ സംഭവം എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് നെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് നെയിൽസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം. നമ്മൾ പല തവണയായിട്ട് നെയിൽസ് ഉപയോഗിച്ചായിരിക്കും ഇതിന് ഗ്രിപ്പ് കിട്ടുന്നത്. അത് മെൻസ്ട്രൽ കപ്പിന് കേടുപാടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലീഡ് ചെയ്യും. സോ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയിൽസ് ത്രൂ അല്ലാതെ ഇവിടെ പിടിച്ചിട്ട് മാത്രം പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് ടിപ്പ് മാത്രമേ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടുള്ളൂ. ഇനി ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എന്താണ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കുറേ റിവ്യൂസ് കണ്ടതിന് ശേഷം മാത്രം ഇത് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഇനിയും നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പേടി കാരണം ട്രൈ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോളൂ. ഈ ഒരു ഡ്യൂറേഷനിൽ എനിക്കിതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും വന്നിട്ടില്ല. 9 മന്ത്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ല എന്ന് എനിക്കറിയാം. ഈ ഒരു കാലയളവിൽ എനിക്കിതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത്
ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നും കൂടെ പറയാം. ആക്ച്വലി നമ്മൾ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് പാഡ് യൂസ് ചെയ്യുന്ന എല്ലാ ലേഡീസിനും ഗേൾസിനും ഒക്കെ അറിയായിരിക്കും വെറ്റ് ആവുന്നത് എത്ര ഡ്രൈ കവറേജ് ഉള്ള പാഡാണെന്നുണ്ടെങ്കിലും അത് വെറ്റ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബ്ലഡിൻ്റെ ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യും. ടു ബി ഹോണസ്റ്റ് അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു ബ്ലഡ് ഫ്ലോ നമുക്കറിയാം. പാഡിൻ്റെ എത്ര പരസ്യം കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അത്ര കംഫർട്ടബിളാണ് ഇത്ര കംഫർട്ടബിളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ബ്ലഡ് ഫ്ലോ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതാണ്. ചില സമയത്ത് നമുക്ക് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ഒരു ബ്ലഡ് ഫ്ലോ ശരിക്കും ഫീൽ ചെയ്യും, വെറ്റാവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്കത് വെറ്റാവുമ്പോൾ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പാഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പീരിയഡ്സ് ആണെന്നുള്ളത് പോലും പലതവണ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ പീരിയഡ്സ് ആണെന്നുള്ളത് നമ്മൾ അറിയത്ത് പോലുമില്ല. ചില സമയത്ത് പാഡ് മാറ്റുക ഞാൻ പലതവണ ചെയ്തിട്ടുണ്ട്. പാഡ് മാറ്റുക എന്നുള്ളത് അതൊരു ടാസ്ക്കാണ്. കുളിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ പാഡ് മാറ്റണമല്ലോ എന്ന് വിചാരിച്ചാൽ കുളിക്കാൻ വേണ്ടി പോലും പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂറുകൾ തള്ളി നീക്കി ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവം ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവത്തില്ല. നമുക്ക് എന്താണോ നമ്മളുടെ കംഫർട്ടബിൾ എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സംഭവം നമ്മളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ 1-2 വീഡിയോസ് കണ്ടു ബാക്ക് പെയിനൊക്കെ വന്നു എന്നുള്ളത്. അതറിയത്തില്ല എനിക്ക് എന്തുകൊണ്ട് എന്നുള്ളത്. കുറച്ചധികം വീഡിയോസൊക്കെ കണ്ടിട്ട് ഇനിയും യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം വീഡിയോസൊക്കെ കണ്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു ഗുഡ് ഡിസിഷനിലെത്താം. പക്ഷേ പേടി കാരണം ഇത് ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടി കാരണം ഉപയോഗിക്കാതിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇത് ഭയങ്കര കംഫർട്ടബിളായിട്ട് നിങ്ങൾ പേടിക്കുന്ന അത്രയും ഒരു സംഭവം ഒന്നും അല്ല ഇത് എന്നുള്ളത്. ഇതാണ് ഈ ഒരു മെൻസ്ട്രുവൽ കപ്പിൻ്റെ ഫോമാറ്റ്, അല്ലെങ്കിൽ ഇതാണ് ഫിസിക്കലി ഇതിങ്ങനെയാണ് കാണാനിരിക്കുന്നത്. പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം സ്മെല്ലിൽ മാറ്റം വരും. അതേപോലെ തന്നെ ഇത് ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് വൺ ടാസ്ക്കാണ്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ഒറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. യൂസ് ചെയ്യുന്നതിന് മുൻപും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഇതെന്തായാലും ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അതേപോലെ തന്നെ യൂസ് ചെയ്ത് എടുത്തു വയ്ക്കുമ്പോഴും ഇതേ കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനൊരു ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. അത് മാത്രമേ ഒരു മീൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളുടെ കയ്യിലാണ്. സോപ്പ് യൂസ് ചെയ്തിട്ട് കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും മെൻസ്ട്രുവൽ കപ്പ് നടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നോളും. അപ്പോൾ അതൊക്കെ വേറൊരു വീഡിയോ കണ്ട് നിങ്ങൾ ഇതാക്കുക. എന്നെപ്പോലെ പേടി കാരണം യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത് തന്നെ ഇത് ഉപയോഗിക്കാനുള്ള ഒരു എന്താ പറയുക ഇനീഷ്യേറ്റീവ് എടുക്കുക. പിശുക്ക് കാരണം യൂസ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു പിശുക്കേണ്ട ഐറ്റമല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സേവിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത് ശരിക്കൊരു 10 ഇയേഴ്സ് യൂസേജ് ആണ്. ഒരു 10 ഇയേഴ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു 500 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എന്നെപ്പോലെ പിശുക്ക് കാരണം മാറ്റി വെച്ചിട്ടുള്ളവരെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലും നിങ്ങൾ പേടിക്കേണ്ട. ഇതൊരു 10 ഇയേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തായാലും കുറച്ചുകൂടി കംഫർട്ട് ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അറിയത്തില്ല, ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യേണ്ടതാണ്. ആസ് എ വിമൻ ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്നെപ്പോലെ യൂസ് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു മെൻസ്ട്രുവൽ കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലപ്പം ഞാനിതിൻ്റെ മെറിറ്റ്സ് മാത്രമാണ് പറയുന്നത്. എനിക്ക് 9 മന്ത്സ് ഓഫ് പീരീഡിൽ ഇതുകൊണ്ട് വന്നിട്ടുള്ള ഡിമെറിറ്റ്സ് ഒന്നും പറയാനായിട്ടില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ മെറിറ്റ്സ് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതേപോലെ ഇത് യൂസ് ചെയ്യാൻ പേടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കപ്പം അതിന് ഒരു സൊല്യൂഷനായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് മാത്രമല്ലേ ഉള്ളൂ. യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാഡൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന റാഷസൊന്നും ഇച്ചിങ്ങൊന്നും ഒക്കെ ഒരു പരിഹാരം കിട്ടും. ഭയങ്കര കംഫർട്ടബിളായിട്ട് പോകാൻ വേണ്ടിയിട്ട് എവിടെയും പോകാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ
ഇത് ഞാൻ പറയുന്നത് യൂസ് ചെയ്തവർക്ക് മാത്രമേ കണക്റ്റ് ആവത്തുള്ളൂ. യൂസ് ചെയ്യാത്തവർ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോന്ന് ഇത് എന്നാണ് വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വൺസ് എങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കുക. കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് തുടർന്നാൽ മതിയല്ലോ. നമ്മളൊരു കുഴിമന്തി 2 പേര് പോയി കഴിക്കുന്ന ഒരു എമൗണ്ട് മാത്രമേ ഇതിനാവത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫ് സേവിങ്ങിന് വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.